VD സതീശന് അരിശം തീരുന്നില്ല. അരിശം തീരാഞ്ഞ അവനെ പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പറഞ്ഞതുപോലെയാണ്. എന്നിട്ടരിശം തീരാഞ്ഞവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം പിന്നെ കോൺഗ്രസിന് മറ്റു പാർട്ടിക്കാരുടെ ഇടയിൽ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് അരിശം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട്. ഇതെന്തിനാണ് സ്വന്തം പിന്നെ ഇല്ലത്തിനകത്ത് ഇത്രത്തോളം മുടിയനായ പുത്രന്മാർ നിൽക്കുമ്പം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു പോകുന്ന കാര്യം എന്താ? വിജയനാഥെ, മലയാളത്തിൽ പല ചൊല്ലുകളുണ്ട്. അതിലൊന്നാണ് ഈ ചുവപ്പ് കാണുമ്പോൾ കാളയ്ക്ക് വിരളി എടുക്കും, കാള വിരളി എടുക്കും എന്നും പറഞ്ഞൊരു ചൊല്ലുണ്ട്. എന്ന് പറയുന്ന പോലെ കാളയ്ക്ക് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു പ്രാധാന്യമുള്ള ഒരു കാള നിസ്സാര ജീവിയൊന്നുമല്ല. കാള ഒരു ചെറുമീനൊന്നുമല്ല. അതായത് കാള എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ചിഹ്നമായിരുന്നു ഒരു കാലത്ത്. കാളച്ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക. പിൽക്കാലത്ത് അത് വന്ന് പശുവും കിടാവും, അതും കാളക്കുട്ടിയാണ്, സഞ്ജയ് കുട്ടിയാണ്, മൂരിക്കുട്ടനാണെന്നൊക്കെ പറഞ്ഞ് സഞ്ജയ് ഗാന്ധി ഉള്ള കാലത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ പ്രചാരണം നടന്നു. മൂരിക്കുട്ടനാണ്, അത് സഞ്ജയ് ഗാന്ധിയുടെ പ്രതീകവും, പശു എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ പ്രതീകവും ആണെന്നൊക്കെ പറഞ്ഞ് വലിയ കളിയാക്കലുകൾ നടത്തി. ഇപ്പോൾ ഈ കാള കുറേ വർഷങ്ങളായിട്ട് വീണ്ടും സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നു. അതായത് ഉത്തർപ്രദേശിലെ ബീഫ് എന്ന സംശയത്തിൽ ഏതാനും പേരെ തടഞ്ഞു വെച്ച് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ അത് വൻ പ്രതിഷേധത്തിനിടയാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ആലയടിച്ചത്. കാരണം അടുക്കളയിലേക്ക് എത്തി നോക്കരുത്, ഫ്രീഡം ഫുഡ്, ആ ഫ്രീഡം ഫുഡ് എന്നാണ് ഇപ്പോഴും അവിടെ ജയിലിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന കാളയിറച്ചിക്കും ചപ്പാത്തിക്കും ഇട്ടിരിക്കുന്നത് ഫ്രീഡം ഫുഡ് എന്നാണ്. അപ്പോൾ അങ്ങനെ കാളയ്ക്ക് നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ വലിയൊരു സ്ഥാനമുണ്ട്. ഇത് കലപ്പയേന്തിയ കാളയല്ല. ഇത് കലപ്പ എന്ന് പറയുന്നത് ജനതാ പാർട്ടിയുടെ ചിഹ്നമായിരുന്നു ജനതാ പാർട്ടിയുടെ കാലത്ത്. ഇത് കലപ്പയില്ലാത്ത കാള. ഈ കാള ഇങ്ങ് വന്നിട്ട് ഉത്തർപ്രദേശിലെ ഈ ബീഫ് സംബന്ധിച്ച കലാപങ്ങൾ നിത്യം അവിടെ ഉണ്ടാവാറുള്ളതാണ് പണ്ട് മുതലേ. അപ്പോൾ ഇതിനെ മോദി അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് അതിനെ ഒരു വലിയ ഇഷ്യൂ ആക്കിക്കൊണ്ട് ബീഫിന് വേണ്ടിയുള്ള ഒരു പ്രതിഷേധ സമരം നടന്നു. അതിൽ പന്തളത്ത് ഒരു കാളക്കുട്ടിയെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അതിനെ പന്തളം ജംഗ്ഷനിൽ വെച്ച് പച്ചയ്ക്ക് ആൾക്കാരുടെ മുമ്പിൽ വെട്ടിയങ്ങ് കൊന്നു. ആ ഒരു സമരത്തിൽ ബലിയാടായി തീർന്ന മൃഗമാണ് ഈ കാളക്കുട്ടി. നല്ല കൊഴുത്ത ഒരു കാളക്കുട്ടിയെ വെട്ടി അത് വെച്ച് ബീഫ് ഉണ്ടാക്കി അവിടെ കഴിച്ചു. അപ്പം ഒരു ക്രൂരതയ്ക്കെതിരെ മറ്റൊരു ക്രൂരത എന്ന് പറഞ്ഞിട്ട് ആ സമരം അതോടുകൂടി പൊളിയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കാള. ഇവിടെ ഇപ്പോൾ സമരം കൊഴിപ്പിക്കാൻ വേണ്ടിയാണ് കാള. ആദ്യം പാലക്കാട്ട് കോഴിയെ കൊണ്ടുവന്നു. അത് അവിടുത്തെ MLA പ്രതീകമായിട്ടാണ് അവിടുത്തെ മഹിളാ മോർച്ച ചിത്രീകരിക്കുകയും പറയുകയും ഒക്കെ ചെയ്ത് അത് ധാരാളം സോഷ്യൽ മീഡിയ സ്പേസ് അപഹരിച്ചു ട്രോളിങ്ങുകളായിട്ട്. അതിനുശേഷം ഇപ്പോൾ ഒരു പുതുമ എന്നുള്ള നിലയിലാണിപ്പോൾ BJPക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ കാളകളെ, മൂരിക്കുട്ടന്മാരെ ഇങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ട് കണ്ടോൺമെൻറ്റ് ഹൗസിൽ ചെന്നതാണ്. സതീശൻ താമസിക്കുന്ന സ്ഥലമാണല്ലോ. അവിടെ ചെന്നപ്പോഴാണ് സതീശന് ഈ ചുവപ്പ് കണ്ടാൽ കാള വിരളിയെടുക്കുമെന്ന് പറഞ്ഞ പോലെ കാളയെ കണ്ടപ്പോൾ സതീശൻ വിരളിയെടുത്തു. വളരെ രോഷത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്, ആഹാ, കാളയെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നല്ല, ഞാൻ കാണിച്ചു തരാം, വെയിറ്റ് ചെയ്തു, ഞാൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ മുമ്പിൽ കാളയും കൊണ്ട് വരും. കേരളം ഞെട്ടാൻ പോവുകയാണ്. ഞെട്ടിപ്പിക്കുന്ന ചില രഹസ്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്, വെളിപ്പെടുത്താൻ പോവുക. സസ്പെൻസിലിരിക്കുക. ഈ നിമിഷം വരെ പുറത്തു വന്നിട്ടില്ല. ഇനി ഓണം കഴിഞ്ഞേ ഉള്ളൂ എന്നറിയില്ല. ഓണത്തിനിടയ്ക്കാണെങ്കിൽ അതൊരു രസമുള്ള കാര്യമായിരുന്നു. കാരണം മനുഷ്യൻ ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണല്ലോ. അതങ്ങനെ വേണ്ടതാണ്. പണ്ട് വിജയനാഥനെ അറിയാം, ഓച്ചിറക്കാള എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ടായിരുന്നു. ഓച്ചിറയിൽ നല്ല കൊഴുത്തുരുണ്ട, എനിക്ക് തോന്നുന്ന മൂരിക്കാളകളാണെന്ന് തോന്നുന്നു, നല്ല കഴുത്തിൽ ഇങ്ങനെ അങ്ങനെ ഒരു ചൊല്ല് തന്നെ പറയാറുണ്ട്, ഓച്ചിറക്കാളെ പോലെ നടക്കുക. ഓച്ചിറക്കാള എന്ന് പറഞ്ഞാൽ ഒരു പണിയില്ല, വീടുകളിൽ ചെന്ന് ആഹാരം കഴിക്കുക. അങ്ങനെ ഒരു കാളെ വീടുകളിലൊക്കെ എഴുന്നള്ളിച്ച് വരും. അപ്പോൾ അതിന് ആഹാരം കൊടുക്കും, അതിനെ വണങ്ങി ഒക്കെ ആൾക്കാർ വിടുകയൊക്കെ ചെയ്യുന്നത് ഓണാട്ടുകരയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഓച്ചിറയിൽ കാളകളുണ്ട്, പക്ഷേ ഇങ്ങനെ കൊണ്ടു നടക്കേണ്ടി വരുന്നില്ല എന്നുള്ളത് ഒരാളും കാണും. എൻ്റെ കൂടെ കാണാൻ നല്ല ഈ ഓങ്കോൾ കാളകളെ പോലെ നല്ല കൊഴുത്തുരുണ്ട കാളകളാണ്. അപ്പോൾ ഇങ്ങനെ ഈ കാള എഴുന്നള്ളത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമരപരിപാടികളുടെയും പ്രതിഷേധത്തിൻ്റെയും ഒരു ഭാഗമായിട്ട് വന്നിരിക്കുന്നു. ഈ കാളയെ കണ്ടപ്പോൾ സതീശനൊന്നും വരുണ്ടു. അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു ചിരിയുണ്ടല്ലോ, സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചിരി വന്നില്ല. അദ്ദേഹം വിരൽ ചൂണ്ടിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പഠിക്കൽ ഞാൻ കൊണ്ടുവരും. ഇതിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള കഥാപാത്രത്തിൻ്റെ പേര് അതിൽ പറഞ്ഞതുകൊണ്ടാണ് കേരളം ഒന്ന് ഞെട്ടിയിട്ടുണ്ട് ആൾറെഡി തന്നെ. കാരണം അങ്ങനെയുള്ള യാതൊരു പേരുകളും ഇന്നുവരെ ഒരു സ്ത്രീയും പറഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. കർണാടക രാഷ്ട്രീയത്തിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ
കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടിരിക്കുമ്പോഴോ പിന്നീട് തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോഴോ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഏറ്റവും വലിയ അപഖ്യാതി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മലയാളം അറിയില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹം ഡിസ്പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. കാരണം നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്. അത്യാവശ്യം ശശി തരൂരിനെ പോലെയൊക്കെ ഇപ്പം പുതുതലമുറയുടെ മലയാളം ഉണ്ടല്ലോ, അതുപോലെയൊക്കെ സംസാരിക്കാനുള്ള ഒരു കഴിവും കാര്യങ്ങളും ഇടയ്ക്ക് ഇംഗ്ലീഷും ഒക്കെ ചേർത്തുകൊണ്ടും ഉച്ചാരണം മലയാളമല്ല, ഇംഗ്ലീഷിൻ്റെ ഉച്ചാരണത്തോടു കൂടി മലയാളം അദ്ദേഹം വളരെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പറയുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിന് പിന്നിൽ ഇതുപോലെ എന്തെങ്കിലും കഥയുണ്ടോ എന്നുള്ള ഒരു സസ്പെൻസിലും ഉദ്വേഗത്തിലുമാണ് ഇന്ന് രാഷ്ട്രീയ കേരളം. ഇവിടെ ഇപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സതീശൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പണ്ട് പറഞ്ഞതാണ്, ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു ആറ്റം ബോംബ് പൊട്ടിക്കാൻ പോവുകയാണ്. ഏശിയില്ല, പൊട്ടിയില്ല, ചീറ്റിയതുമില്ല, ഒന്നുമില്ല. അത് ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അതിനെ ന്യൂട്രലൈസ് ചെയ്തു. അതൊന്നും അറിയാതെ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, ഞാൻ ആറ്റം ബോംബ് വിക്ഷേപിച്ചു. പാകിസ്ഥാൻ്റെ അവകാശവാദം പോലെ ഉള്ള ഒരു സംഭവമായിപ്പോയി. എന്തായാലും ഈ ആറ്റം ബോംബിൻ്റെ കാര്യം പറഞ്ഞതിനെ ഞങ്ങളെ പേടിപ്പിക്കേണ്ട എന്ന് നരേന്ദ്രമോദി ഉദ്ദേശിച്ചത് പരോക്ഷമായി രാഹുൽ ഗാന്ധിയെ കൂടിയാണോ എന്നറിയത്തില്ല. എന്തായാലും അത് ഏശാതെ പോയിട്ടുണ്ട് ഇതുവരെ. പക്ഷേ സതീശൻ പറഞ്ഞ കാര്യങ്ങൾ ഇനി യേശുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. സതീശനും അദ്ദേഹത്തിൻ്റെ സൈബർ സെല്ലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ വലിയ തീവ്രമായ ഗവേഷണത്തിലായിരിക്കും. നമുക്കെതിരെ ഇങ്ങനൊരു സ്റ്റോറി വന്ന സ്ഥിതിക്ക് നമ്മൾ തിരിച്ചൊന്ന് കൊടുക്കണം എന്നുള്ള നറേറ്റീവ് ടൂൾ കിറ്റ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ സോറോസിനോട് പറഞ്ഞാൽ മതി. അങ്ങനെയാണല്ലോ പല പെഗാസസിൻ്റെ റഫാലിൻ്റെ കാര്യത്തിൽ ഒക്കെയുള്ള കഥകൾ വന്നിട്ടുള്ളത്. പിന്നെ കള്ളവോട്ടിൻ്റെയും ഒക്കെ നെറേറ്റീവുകളും സ്റ്റോറികളും സ്ക്രിപ്റ്റുകളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് സൊറോസിൻ്റെയും അതുപോലെ ഫോർഡ് ഫൗണ്ടേഷൻ്റെയും അതുപോലെ തന്നെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ്റെയും ഒക്കെ അടുക്കളകളിലാണ്, അവരുടെ ബുദ്ധിശാലകളിലും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ അതുപോലൊരു തിരക്കഥ ചമയ്ക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാകുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ദേ ആർ ഹണ്ടിങ് ഫോർ എ ഗേൾ ടു റിവീൽ മേക്ക് സം റെവലേഷൻസ് റിഗാർഡിങ് രാജീവ് ചന്ദ്രശേഖർ. ആരെങ്കിലും നമുക്ക് വാടകയ്ക്ക് എടുക്കാമല്ലോ. അങ്ങനെ ആളിനെ കൊണ്ട് അത് പറയിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലും ആണെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെയാണ് മംഗളത്തിന് പണ്ട് സംഭവിച്ചത്. ആളിനെ കൊണ്ട് പറയിപ്പിച്ചു, പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളങ്ങ് മുങ്ങി. അങ്ങനെയാണ് മംഗളം കുടുക്കിലാവുകയും AK ശശീന്ദ്രൻ രാജിവെച്ച ശേഷം തിരിച്ച് വീണ്ടും മന്ത്രിയായിട്ട് വരികയും ചെയ്തു. ഇന്ന് വരെ അദ്ദേഹം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരാളിൻ്റെ വ്യക്തി ജീവിതത്തിൽ പല കാര്യത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാവാം, പക്ഷേ സുരക്ഷിതമായിട്ടാണെന്നെങ്കിൽ അതൊന്നും പുറത്തു വരത്തില്ല. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടം മാത്രമല്ലല്ലോ ഇതുപോലെ റിലേഷൻസ് ഉള്ള കേരള രാഷ്ട്രീയത്തിലുള്ള ആൾ. ഇദ്ദേഹം മാധ്യമപ്രവർത്തകർക്കില്ലേ റിലേഷൻസ്. പലരും ഇങ്ങനെ റിലേഷൻസ് പുറത്തു വരുന്നില്ല, സ്ത്രീകളത് വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടു നിൽക്കുന്നത്. പലരും ഇപ്പോൾ തന്നെ എന്നെ കണ്ടാൽ അറിയുമോ, കിണ്ണം കെട്ടതാണെന്ന് അറിയുമോ എന്നുള്ള മട്ടിലാണ് അവരുടെ ശരീരഭാഷകളും മുഖഭാവങ്ങളും ഒക്കെയെന്ന് നമുക്കറിയാം. ഈ ബന്ധങ്ങൾ ഇപ്പോൾ സ്ത്രീകൾ അങ്ങോട്ട് ക്ഷണിച്ചാൽ ഈ ബന്ധത്തിന് ഏത് പുരുഷനാണ് പോകാതിരിക്കുക? അവർക്ക് അതൊരു അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു പിന്നെ ശാസ്ത്രീയ പ്രകൃതി നിയമവും അങ്ങനെ തന്നെയാണ്. ക്ഷണിച്ചു, ആനയിച്ചു, കൊണ്ടുപോയി റിലേഷൻസിൽ ഏർപ്പെട്ടു. എന്നിട്ട് ഒരു നിമിഷം വരുന്ന ഉടനെ ഇപ്പോൾ സാധാരണക്കാർക്ക് ഒരു പ്രശ്നമല്ല. കാരണം എന്ത് ചെയ്യുന്നത്, രാഷ്ട്രീയ ഭാവിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല, അവരങ്ങ് ജീവിച്ചു പോകും, വലിയ കുഴപ്പങ്ങളൊന്നും. പക്ഷേ ഇത് പകുതി എന്ന് കഴിയുന്ന വഴിക്ക് ഇത് ഒരു ഭീഷണിയായിട്ടും ബ്ലാക്ക് മെയിലായിട്ടും ത്രട്ടനിങ്ങുമായിട്ടും വരുമ്പോഴാണ് ഇവിടെ കുഴപ്പം. രാഷ്ട്രീയ ഒരുപക്ഷെ നമ്മളീ പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കസേര പോലും അർഹമായിട്ടുള്ള പ്രായമേ ഉള്ളൂ. അദ്ദേഹത്തിന് എലിജിബിലിറ്റിയുള്ള ഒരാളാണ്, തുടിച്ചുയർന്ന ഒരു താരം, കേരളം ആരാധിക്കുന്ന ഒരാൾ, വാചാടോപത്തിൻ്റെ കാര്യത്തിൽ ഒരു ലേശവും ഒരു മോശവും ഇല്ലാത്ത ഒരാൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഈ വാചാവാടി കൊണ്ട് അദ്ദേഹം അന്തിച്ചർച്ചകളിൽ സ്ഥിരമായിട്ട് പങ്കെടുത്ത് അദ്ദേഹം ഒരു താരമായി. ആ താരാരാധനയാണ് സ്ത്രീകളിൽ നിന്നുണ്ടായത്. പല സ്ത്രീകൾ, ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ എടുത്തു പറയുകയില്ല. അപ്പോൾ ഞാൻ സിനിമാ നടിയാണ്, ഞാൻ പത്രപ്രവർത്തകയാണ്. ഇവരുടെ പത്രപ്രവർത്തനവും സിനിമാ നടനമൊന്നും നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ആണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അപ്പോൾ അവിടെ ഇപ്പോഴും സുഹൃത്തുക്കളായിട്ടിരിക്കുന്ന ആൾക്കാരുമാണ്. ഈസിയായിട്ട് കോൺഗ്രസ്സിന് രക്ഷപ്പെടാവുന്നേ ഉള്ളൂ. എങ്കിൽ ഞങ്ങളിതാ രാഹുൽ മാങ്കൂട്ടത്തിൽ സുഹൃത്തായിട്ടിരുന്നു കൊണ്ട് തന്നെ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് രാജി എഴുതി കൊടുത്തിട്ട് വെല്ലുവിളിക്കണമായിരുന്നു മുകേഷിനെ. മുകേഷിൻ്റെ ഭാര്യ സരിത കണ്ണീരോടെ പറഞ്ഞ കാര്യങ്ങൾ, അടുക്കളയിലിട്ട് ചവിട്ടി എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ഇപ്പം ശബ്ദരേഖകളിലുണ്ട്, സൈബർ സ്പേസിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. വിജയനാഥെ അവർ കരഞ്ഞു വിളിച്ച് പറഞ്ഞത് ആരോടാണെന്നറിയോ? ഇന്നത്തെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജിനോട്, അന്ന് പത്രപ്രവർത്തകയായിരുന്നു. ആ പറഞ്ഞതെല്ലാം അത് മാഞ്ഞു പോയിട്ടില്ല. ജലരേഖകളല്ല, രേഖകൾ തന്നെയാണ്. അത് വെച്ചുകൊണ്ട് നിങ്ങൾ രാജിവെക്കണമെന്ന് പറഞ്ഞ ശക്തമായ ഒരു സമരമാണ് അവർ നടത്തേണ്ടിയിരുന്നത്. ഒരു MLA ഞങ്ങൾ പോയാൽ നിങ്ങളുടെ ഒരു MLA ഞങ്ങൾ കളയും.
അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളി അതേ മാനദണ്ഡം വെച്ചുകൊണ്ട് ജാമ്യത്തിലിരിക്കുന്ന ആളാണ്. വിൻസെന്റ് വേണ്ട, തെരഞ്ഞെടുപ്പ് വരികയാണ്, അപ്പം ഞങ്ങളുടെ സംശുദ്ധി ഞങ്ങൾ തെളിയിച്ചു. അല്ല, നിങ്ങൾ രാജിവെച്ചില്ല, അതുകൊണ്ട് ഞങ്ങളും രാജിവെച്ചില്ല എന്ന് പറയുന്നത് ഈ രാഹുൽ ഗാന്ധി പറയുന്ന പോലെ മണ്ടത്തരം. രാഹുൽ പറയുന്ന പോലെ അല്ല, രാഹുൽ ഗാന്ധി പറയും. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ ഇങ്ങനെ ചെയ്ത സമയത്ത് നിങ്ങൾക്കെതിരെ സമരം ചെയ്തവരാണ് ഞങ്ങൾ. അപ്പോൾ ഇതിലേതാ ശരി? അതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ, എതിരെ എടുത്തതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ, ഈ നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് രാജിവെപ്പിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ നിങ്ങൾ കള്ളം പറയുകയാണ് രാഹുൽ ഗാന്ധിയെ പോലെ എന്നാണ് അതിനർത്ഥം, ജനങ്ങളുടെ മുമ്പിൽ കിട്ടുന്ന അർത്ഥം. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഈ അവസാനമായിട്ട് ഒന്നുകൂടി സമയം കഴിഞ്ഞെങ്കിലും പിണറായി വിജയൻ വിരുദ്ധ തരംഗം നയിച്ചുകൊണ്ട് അധികാരത്തിലേറ്റേണ്ടവരാണ്. പക്ഷേ ഈ ഒരൊറ്റ ഇഷ്യൂവിൽ നിങ്ങൾ പിണറായിയുടെ 3ാം ഗവൺമെൻറ്റിന് ഗ്യാരണ്ടി ആവുകയാണ്. അതായത് ഇവിടുത്തെ രാഹുൽ പിണറായിയുടെ 3ാം വരവിന് ഗ്യാരണ്ടി ആയിരിക്കുന്നു. അതുപോലെ തന്നെ അവിടുത്തെ രാഹുൽ ഗാന്ധി മോദിയുടെ 4ാം വരവിന് ഗ്യാരണ്ടി ആയിരിക്കുന്നു. ഈ സത്യം നിങ്ങൾക്ക് തിരിച്ചറിയാത്തിടത്തോളം കാലം കേന്ദ്രത്തിലും സംസ്ഥാനത്തും നിങ്ങൾക്ക് ഗവൺമെൻറ് രൂപവൽക്കരിക്കാൻ പറ്റുകയില്ല. ഉപദേഷ്ടാക്കൾ പലരും ഉണ്ടാവും, പക്ഷെ നിങ്ങളുടെ നാശത്തിന് വേണ്ടിയായിട്ടുള്ള ഉപദേശങ്ങളാണ് റാസ്പുട്ടിനെ പോലെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാളെ എഴുന്നള്ളിക്കലല്ല സതീശൻ ചെയ്യേണ്ടത്. രാഹുലിനെ ഈ നിമിഷം MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചുകൊണ്ട് രാഹുലിന്റെ അഗ്നിശുദ്ധി തെളിയിക്കേണ്ട കാര്യമില്ല, കോൺഗ്രസിന്റെ അഗ്നിശുദ്ധിയാണ് തെളിയിക്കേണ്ടത്. അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ നാളെ വോട്ടർമാരെ വീട്ടിൽ കയറ്റില്ല, രാഹുലിനെ മാത്രമല്ല കോൺഗ്രസിനെ, നിങ്ങളുടെ നിലപാടുകൾ മൂലം. സംശയമൊന്നുമില്ല, അതിന് സംശയം ഇല്ലാത്ത ഒരു സാധാരണ പ്രജയുടെ, കോൺഗ്രസ്സുകാരനല്ലാത്ത പ്രജയുടെ പിണറായി വിരുദ്ധത യിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു സാധാരണ പൗരൻ എന്ന് പറയുമ്പോൾ പുച്ഛിക്കേണ്ട, നിങ്ങളുടെ പോലെ നേതാവൊന്നും അല്ലെങ്കിലും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഡിഗ്നിറ്റി ഓഫ് ലിവിങ് ഉറപ്പുതരുന്ന ഭരണഘടനയിൽ പറയുന്ന വി എന്ന് പറയുന്ന ആ 140 കോടി ജനങ്ങളിൽ ഒരാൾ പറയുന്നത് നിങ്ങൾക്ക് തള്ളിക്കളയോ എന്തു വേണമെങ്കിലും ചെയ്യാം, പക്ഷെ പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.